ഞെട്ടി. ആര് വരച്ചു? ഞാൻ വരച്ചൊന്നുമില്ല. ഇനി വേറെ ആരെങ്കിലും വരച്ചിട്ടുണ്ടോന്ന് അറിയില്ല. തണുപ്പ് കൊണ്ട് വരച്ചിരുന്നു. ഭയങ്കര നല്ല പാട്ട് കൂടുതലായതുകൊണ്ട് ഒരു കല്ലുകടി തോന്നി. വില്ലൻ കല്ലുകടിയായി. ശേഷം പിന്നെ സുമതിയെ പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ അർജുന അശോകനെ കണ്ട് തൃപ്തരായി. തിയേറ്റർ വാച്ചിന് ഒട്ടില്ല. നമ്മൾ തിയേറ്ററിൽ കണ്ടാൽ പോലും പേടിയില്ല. OTT കണ്ടാൽ പിന്നെ ഒട്ടും ഇത് എഫക്റ്റ് ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് വെൽക്കം ബാക്ക്. അപ്പോൾ ഉണ്ണിമുകുന്ദനില്ലാതെ ടീം മാളികപ്പുറം ഒരു ഹൊറർ കോമഡി മൂവിയായിട്ട് എത്തുന്നുണ്ട്. സുമതി വളവ് കണ്ട യൂണിറ്റ്സിനോട് എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. നേരെ സുമതി വളവ് റിവ്യൂലേക്ക്. മലയാളത്തിൽ ഇതുവരെ കണ്ട ബെസ്റ്റ് അങ്ങനെയൊന്നുമില്ല. ഒരു ഹൊറർ എലമെന്റ്സ് ഒക്കെ എത്രത്തോളം ഉണ്ട്? വളരെ ലൈറ്റ് ആയിട്ടേ ഉള്ളൂ, വളരെ ലൈറ്റ് ആയിട്ട്. അത്ര തന്നെ. നല്ലത് വർക്കായോ? കോമഡി വർക്കായോ? കോമഡി ഒന്നും അങ്ങനെ വർക്കൗട്ട് ഒന്നും ആയിട്ടില്ല അതിനകത്ത്. ടോട്ടലി ഒരു ആവറേജ് പടം. അത്ര പറയാം. മാളികപ്പുറം ടീമിന്റെ ഒരു ഹെവി ആയിട്ട് അങ്ങനത്തെ റേഞ്ച് ഒന്നുമില്ല. ഒരു ആവറേജ് അത്ര തന്നെയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവി എന്ന് പറയുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒരു വൺ ടൈം വാച്ചബിൾ. പിന്നെ ഒരു സാധ്യതയില്ലാത്ത ഒരു സിനിമയ്ക്ക് ഒരു സാധ്യതയില്ലാത്ത ഒരു കഥയെ വെച്ച് ഇങ്ങനെ ഒരു ആവറേജ് പടം, അത്രേ ഉള്ളൂ. വർക്കായി കോമഡി ഹൊറർ എലമെന്റ്സ് കുഴപ്പമില്ല. അത് വില്ലനൊക്കെ ഒരു കല്ലടിയായിട്ട് തോന്നി. മുകേഷിന്റെ മോഹനാണ് തോന്നുന്നത് കല്ലടിയായിട്ട്. കുഴപ്പമില്ല, നല്ല വൺ ടൈം വാച്ചബിൾ. മുതലേ അഭിലാഷ് പിള്ളയുടെ സ്ഥിരം ടെംപ്ലേറ്റ് കഥ തന്നെയാണോ? അഭിലാഷ് പിള്ളയുടെ ഒരു ആവറേജ് കഥയുണ്ടല്ലോ, അത് കുഴപ്പമില്ല. മാളികപ്പുറം പോലെ അതുമായിട്ട് കമ്പയർ ചെയ്യാനൊക്കെ ഉണ്ടോ? അങ്ങനെയല്ല, അഭിലാഷ് പിള്ളയുടെ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു പാറ്റേണിൽ പോകണം തന്നെ. കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ. പാട്ട് കൂടുതലായതുകൊണ്ട് ഒരു കല്ലടി തോന്നി. വില്ലൻ കല്ലടിയായി. കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ. പടം കൊള്ളാം ബ്രോ, കണ്ടോണ്ടിരിക്കാം. പിന്നെ നമ്മളൊരു പ്രതീക്ഷ ലെവലിൽ എത്തിയില്ല. ട്രെയിലറായി കണ്ട് പ്രതീക്ഷ വന്നതിന് ആ ഒരു ലെവലിൽ എത്തിയില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സുമതി വളവിനെ പ്രതീക്ഷ പോകുമ്പോൾ കൂടുതലും സുമതിയെ കാണിക്കാതെ അർജുന അശോകനെ കാണിച്ചതൊരു ഫീൽ. അർജുന അശോകൻ മൊത്തത്തിൽ നിറഞ്ഞാടി, അത്രേ ഉള്ളൂ. അത് കോമഡി ആയിട്ട് എങ്ങനെയുണ്ട്? കോമഡി ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. കുറെ പാട്ട് സീന് കയറി വന്ന ഒരു ഓവറായെന്ന് തോന്നി. പിന്നെ ഇന്റർവെൽ വരെ കൊള്ളായിരുന്നു. ഇന്റർവെലിന് ശേഷം പിന്നെ സുമതിയെ പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ അർജുന അശോകനെ കണ്ട് തൃപ്തരായി, അത്രേ ഉള്ളൂ. കുറച്ച് ജംസ്കെയർ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ വർക്കായോ? തിയേറ്റർ പറയാൻ അത്ര പേടിക്കാനായിട്ട് ഓവറായിട്ടില്ല. കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. കാര്യങ്ങളും ഹൊററിൻ്റെ അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നൈസാണ് മൂവി. കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. നല്ല ത്രില്ലിംഗ് ഉണ്ട്. കാര്യങ്ങൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട്. ഫുൾ ഹൊറർ എലമെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഹൊറർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അത് നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നന്നായിട്ട്. സ്റ്റോറി അല്ലാതെ എങ്ങനെയാണ്? കോമഡി ഹൊറർ ആയിട്ടാണ്? കോമഡി ഉണ്ട്, കോമഡി ഹൊറർ ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല പടം. കാണാൻ ഫാമിലിയാണ്, പക്ഷെ നന്നായിട്ടുണ്ട്. ഒരു ബെസ്റ്റ് ബെഞ്ച് മാർക്ക് ആവുന്ന ഹൊറർ കോമഡി ഫിലിമാന്ന് പറയുന്നത് ആര് പറഞ്ഞു? ഓഡിയൻസ് എല്ലാം റിവ്യൂ ഉണ്ട്. അത് അവര് വേറൊരു ലോകത്തിലായ അതിൽ പറഞ്ഞ പോലെ മറ്റേ സിദ്ധാർത്ഥ വരെ തന്നെ ഒരു സാധനം കൊടുക്കുന്നു. അതാ മറ്റേ കഴിച്ചിട്ട് പറഞ്ഞാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 90-ലെ സിനിമയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ചെയ്തു 90-ലെ സിനിമ, അത് ശരിയാണ്. 90-ലെ ചെരുപ്പ് 90-ലെ കൊണ്ടുവന്നിട്ടുണ്ട്. 90-ലെ വണ്ടി നമ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ വണ്ടിയുടെ പെയിന്റ് മാറിപ്പോയി. 90-ലെ പെയിന്റ് ഇല്ല. അങ്ങനെ പലതും 90-ലല്ല. പിന്നെ പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന പോലെ സുമതി വളവ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു സ്ഥലമാണ്, അല്ലേ? തിരുവനന്തപുരത്ത് ഒരു സ്ഥലമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു പേര് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടേഴ്സൊക്കെ ഏത് ഭാഷ സംസാരിക്കണം? സുമതി വളവ് ഇടുന്ന എറണാകുളത്തേക്ക് അഭിലാഷ് പിള്ള മാറ്റി, അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിനായിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് നന്ദിയുണ്ട്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ തെങ്കാശിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പേടിക്കാതെ പോവാം. സുമതി വളവില്ല, അവിടുന്ന് മാറ്റി, ഇപ്പോൾ എറണാകുളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സിനിമ വഴി മാറ്റി. ആ സുമതി വളവിൻ്റെ ഹൊറർ എലമെന്റ്സ് ഒക്കെ സിനിമയിൽ എങ്ങനെയുണ്ട്? അതൊക്കെ വരയ്ക്കുന്ന തരത്തിലാണോ അവതരിപ്പിച്ചിരിക്കുന്നത്? ഞെട്ടി. ആര് വരച്ചു? ഞാൻ വരച്ചൊന്നുമില്ല. ഇനി വേറെ ആരെങ്കിലും വരച്ചിട്ടുണ്ടോന്ന് അറിയില്ല. തണുപ്പ് കൊണ്ട് വരച്ചിരുന്നു. ഭയങ്കര നല്ല സൂപ്പർ തിയേറ്ററാണ് ഏരീസ് ഫ്ലക്സ്. അപ്പോൾ അവരുടെ തണുപ്പ് കൊണ്ട് വരച്ചിരുന്നു, അല്ലാതെ ഇവരുടെ ഹൊറർ കണ്ടിട്ടാരും വരയ്ക്കൊന്നുമില്ല. വേറും സംഭവം എന്ന് പറഞ്ഞാൽ ഒരു 10 സിനിമയെങ്കിലും റെഫർ ചെയ്യണ്ടേ? അതിന്നെങ്കിലും 2 കോപ്പി അടിച്ചിട്ടെങ്കിലും ചെയ്തിരുന്നു. എന്താണ് ഉദ്ദേശിച്ചത്? പോരായ്മ എന്തോ? കോമഡിയും കൂടി വന്നോണ്ടാണോ? അതിലെ ഒരു നല്ല സാധനം എന്ന് പറഞ്ഞാൽ കോമഡിയാണ്. ഒരു 2-3 സ്ഥലത്ത് ചിരിക്കാൻ പറ്റി. അത് മാത്രമാണ് അതിലെ ഗുണം. ബാക്കിയെല്ലാം ഈ പറഞ്ഞതുപോലെ. പിന്നെ 1-2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ സിദ്ധാർത്ഥ് ഭരതൻ്റെ അഭിനയം അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഹൊറർ ഫാന്റസിയാണ് നമ്മൾ വന്നത്, പക്ഷെ അതൊക്കെ മേലേക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അഭിലാഷ് പിള്ളയുടെ സ്ക്രിപ്റ്റും ആയാലും എല്ലാവരുടെ പെർഫോമൻസ്, എവറി കാസ്റ്റ് ആൻഡ് ക്രൂ അടിപൊളിയായിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അർജുന അശോകന്റെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഹൊറർ മൂവി എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? അങ്ങനെയില്ല, എന്നാലും ഒരു ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ചിത്രം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ഇത്തിരി ഒരു ചെറിയൊരു കണ്ടിന്യൂഷൻ ഇല്ല. പടം കൊള്ളാം, നല്ല ഫാമിലി ആയിട്ട് കാണാം. വേറെ ചിത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പടം ഇരുന്ന് കാണാം. ഹൊറർ എലമെന്റ്സ് വർക്കായിട്ടുണ്ടോ? ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ വർക്ക്. സ്റ്റാർട്ടിംഗ് ഒക്കെ അടിപൊളിയാണ്. സിനിമ തുടങ്ങിയൊക്കെ നമ്മൾ നല്ലൊരു ഇതിലാണ് പോയത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ പ്രിഡിക്റ്റബിൾ ആയിരുന്നു. കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും കോമഡി അത് ഒരു ഫാമിലി മൂവി ആയിട്ട് നമുക്കിപ്പോൾ ഇറങ്ങിയതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് മൂവി കണ്ടിരിക്കാൻ പറ്റിയതൊന്നാണ്.
ഹൊറർ കോമഡി ഹൊററൊക്കെ വർക്കായി. ഹൊറർ ആവശ്യത്തിന് വർക്കായിട്ടുണ്ട്. ഭയങ്കര വ്യക്തിയായിട്ട് അങ്ങ് ടോപ്പ് കൂടെ പറയാനില്ല, എന്നാലും ഓക്കെ ആയിട്ട് വർക്കായിട്ടുണ്ട്. കോമഡി എലമെന്റ്സ് ആവശ്യത്തിന് വർക്കായിട്ടുണ്ട്. ഓക്കെ, തിയേറ്ററിൽ വർക്കാവും. തിയേറ്ററിൽ വർക്കാവും. അതായത് ഫാമിലി ഓഡിയൻസിന് ഇപ്പോൾ ഇറങ്ങിയതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് കാണണം. പിന്നെ അധികം ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് സുമതി വളവ്? സുമതി വളവ് ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ കാണാൻ പോയത്. എന്നുവെച്ചാൽ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ആ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാന്ന്, അതേപോലെ തന്നെ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആ എക്സ്പെക്ടേഷൻ ഇല്ലാതെ തന്നെ തിരിച്ചിറങ്ങാൻ പറ്റി. എന്നുവെച്ചാൽ ഹൊറർ കോമഡി എന്ന് പറഞ്ഞാൽ വന്നത് നമ്മൾ മുമ്പ് കണ്ട ഹൊറർ കോമഡി എന്ന് വെച്ചാൽ രോമാഞ്ചം അതേപോലത്തെ കുറച്ച് പടങ്ങളുണ്ട്. പക്ഷെ അതേപോലെ ഒന്നും അല്ല ഇതിനകത്ത്. കോമഡി വർക്കായതുമില്ല, ഹൊററും വർക്കായില്ല, പിന്നെ റൊമാൻസും ഉണ്ട്, അതും വർക്കായില്ല. പിന്നെ എന്തിനു വേണ്ടി സൈജു കുറിപ്പുണ്ട്. സൈജു കുറിപ്പ് തുടക്കത്തൊട്ട് അവസാനം വരെ ഒരേ എക്സ്പ്രഷനാണ്, ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അതാണ് പുള്ളിക്കാരൻ്റെ പണി. പിന്നെ ഫീൽഡ് ഔട്ടായി നിന്നൊരു നായികയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിലും ഫീൽഡ് ഔട്ടാക്കി വിട്ടിട്ടുണ്ട്. കോമഡിയൊക്കെ അല്ല, കോമഡി ആയിട്ടും കണ്ടിരിക്കാൻ പറ്റത്തില്ലേ? ഇല്ല, കോമഡി ആയിട്ടൊന്ന് 2-3 സ്ഥലത്തെന്തോ അല്ലെ സിദ്ധാർത്ഥ പറഞ്ഞ ടീം എല്ലാം കൂടെ കഷ്ടപ്പെട്ട് എന്തോ പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുണ്ട്, എന്നല്ലാതെ അതിനകത്ത് കോമഡിയും വർക്കായിട്ടില്ല. ഓക്കെ, പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എന്ന് നമ്മൾ ഈ സീരിയൽ ലെവല് നമ്മുടെ ഈ സംഭവം കാണുമല്ലോ, ഇത് ആർട്ടാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ കളർഫുൾ ആയിട്ടുള്ള അതും. പിന്നെ ഇവരുടെ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. എവിടെ പോകുന്നു, ശരി എന്നൊക്കെ ഉള്ള നമ്മുടെ നാടകീയം എന്ന് പറഞ്ഞാൽ സീരിയൽ ലെവൽ ഡയലോഗ്സ് ഇല്ലേ, നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. മുതൽ തിയേറ്റർ വാച്ചിന് എങ്ങനെ ഉണ്ട്? ഇല്ല, തിയേറ്റർ വാച്ചിന് ഒട്ടില്ല. നമ്മൾ തിയേറ്ററിൽ കണ്ടാൽ പോലെ പെടിയതില്ല, പിന്നെ OTT കണ്ടാൽ പിന്നെ ഒട്ടും ഇത് എഫക്റ്റ് ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് അവോയ്ഡബിളെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എന്തിനാടാ പേടിപ്പിച്ചിട്ട് ആ ഒരു ഫീലാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഇത് ശരിക്കും ഹൊറർ കോമഡിയാണ്. പടം മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ കോമഡിയായ അവസ്ഥയാണ്. ഹൊറർ അവർ പേടിക്കാൻ നോക്കിയത് എല്ലാം നല്ല രീതിയിൽ കോമഡി ആയിട്ടുണ്ട്. അവർ കോമഡി ആയിട്ട് ഉദ്ദേശിച്ച സാധനം അങ്ങോട്ട് കോമഡി ആയതുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സെറ്റൊക്കെ ഇട്ടിട്ട് എല്ലാ കഥാപാത്രങ്ങളും ആ സെറ്റിലോട്ട് വന്നിട്ട് സീരിയലും ഷോർട്ട് ഫിലിമും എല്ലാം കൂടി ചേർന്നൊരു തരത്തിലൊരു മേക്കിംഗ് ക്വാളിറ്റിയാണ് സിനിമയ്ക്കുള്ളത്. അപ്പോൾ അതിൻ്റെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പോരായ്മ വെച്ചാൽ ഒരു പാട്ട് സീനുണ്ട് കേട്ടോ. നമ്മൾ മലയാളത്തിൽ ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടൊരു പാട്ട് എങ്ങനെ എടുക്കാം. നമ്മൾ ഫോണിലെടുത്താൽ തന്നെ ഇത്രയും കൂടി ലൈറ്റും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ശ്രദ്ധിച്ചായിരിക്കും എടുക്കുന്നത്. അപ്പോൾ 90കളിൽ നടക്കേണ്ട ഒരു കഥ 90ൽ നിന്ന് എടുത്ത സിനിമയെക്കാട്ടി മോശമായിട്ട് എങ്ങനെ 2025 എടുക്കാമെന്നതിൻ്റെ ഉദാഹരണമാണ് സുമതി വളവ്. അപ്പോൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടുത്തിട്ട് കാണാം. ബൈ.